അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമ്മനസ്സുള്ളവർക്ക് സമാധാനം. വിണ്ണിലെ സന്തോഷങ്ങളും സമാധാനങ്ങളും നിറയാൻ ഈ ക്രിസ്മസ് കാലത്തിന് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് വിൽ പാചകത്തിന്റെ ക്രിസ്മസ് ആശംസകൾ. ഗുഡ് വിൽ പാചകത്തിന്റെ ക്രിസ്മസ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്മസ് ദിനമായ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ പ്ലം കേക്കാണ്. അത് നമ്മൾ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ ഏകദേശം 1 കിലോ പ്ലം കേക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂട്ടെടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ചെറി എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, കിസ്മിസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, നമ്മുടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ബദാം, അതുപോലെ നമ്മൾ കാഷ്നട്ടും പിസ്ത എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് വീടുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ വീടുകളിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം അടുത്ത് വരും. ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് കൂടുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, കേക്കിന് നല്ല രുചിയും ഫ്ലേവറൊക്കെ കിട്ടും. നമ്മുടെ ഹോം മെയ്ഡ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ നാച്ചുറൽ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ റമ്മ് ചേർക്കുന്നത്. നമ്മൾ കേക്ക് മിക്സിങ്ങിലേക്ക് ഹോം മെയ്ഡ് ഗ്രേപ്പ് വൈൻ ആണ് എടുക്കുന്നത്. അത് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഗ്രേപ്പ് വൈൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം 1 ഗ്ലാസ് ഗ്രേപ്പ് വൈൻ ആണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇത് നമുക്ക് കേക്കിൻ്റെ മിക്സിലേക്ക് ചെറുതായി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വൈൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം എല്ലാ ഭാഗത്തും. ഇത് നമ്മൾ ഏകദേശം ഒരു 6 മണിക്കൂർ നമുക്ക് ഇവനെ സോക്ക് ചെയ്യാൻ വെക്കണം. സാധാരണ എല്ലാവരും 2 മാസം 3 മാസമൊക്കെ സോക്ക് ചെയ്യാറുണ്ട്. അത് നാച്ചുറൽ രീതിയിൽ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. സാധാരണയായി നമ്മളൊരു 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ 6 മണിക്കൂർ നമ്മുടെ ഗ്രേപ്പ് വൈനിൽ കുതിർത്ത് വെച്ച കേക്കിൻ്റെ മിക്സിംഗ് ആണ്. അത് വൈനൊക്കെ നന്നായിട്ട് അതിലേക്ക് ഉള്ളിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട്, ഡ്രൈ ആയി ഇരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്തായി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ മൈദയാണ്. അതിലേക്ക് നമ്മൾ 150 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. നമ്മൾ കാരമൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും, ഒത്തിരി ഡാർക്ക് ആക്കാൻ നിൽക്കല്. അത് നമ്മുടെ കേക്കിന് ബാധിക്കും. കേക്കിൻ്റെ ഒരു ബ്ലാക്ക് സ്മെല്ലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും കാരമൽ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഷുഗർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറൊന്ന് മെൽറ്റാക്കി എടുക്കാം. ജസ്റ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ബട്ടറും നെയ്യും കാരമലൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെറുതായിട്ട്. നമ്മുടെ കാരമലെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്സിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സിങ്ങിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മുടെ ഡ്രൈ ജിഞ്ചർ പൗഡറും ചേർത്ത് കൊടുക്കുകയാണ്.
കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 2 ഡ്രോപ്സ് വാനില എസൻസ്, എഗ്ഗിൻ്റെ വൈറ്റ്, 2 എഗ്ഗിൻ്റെ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് തട്ടി കൊടുക്കണം. നമ്മുടെ കേക്ക് ഇനി ഓവനിൽ കയറ്റാൻ പോയാണ്. ഒരു 90 ഡിഗ്രിയിൽ ഒരു 90 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൂടാറി സെറ്റായി വന്നിട്ടുണ്ട്. ഓവനിൽ തന്നെ വെച്ചേക്കുമായിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വാ, സൂപ്പർ. നമ്മുടെ കേക്ക് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് മുറിച്ചെടുക്കേണ്ടത്. ചൂടോടെ മുറിക്കുമ്പോൾ ചെറിയ രീതിയിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനിന്ന് ഉണ്ടാക്കിയ പ്ലം കേക്ക്, അതായത് നമ്മൾ നാച്ചുറൽ രീതിയിൽ ഹോംമെയ്ഡ് രീതിയിൽ ഉണ്ടാക്കിയതാണ്. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക. ഈ ക്രിസ്മസ് കാലം എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, ഇങ്ങനെയുണ്ടെന്ന് പറയണ്ടേ. സോഡയൊന്നും ഇട്ടിട്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ്വിൽ പാചകത്തിൻ്റെ ഹാപ്പി ക്രിസ്മസ്.